ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് താരിഖുൽ ഇസ്ലാമിലെ അൽ വഹദത്തുൽ ആഷിർ 10ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യുഇസ്സുല്ലാഹു ബിഹിമുദ്ദീന. എന്താണ്? അള്ളാഹു അവരുടെ മതത്തെ മാനിക്കട്ടെ. അള്ളാഹു അവരുടെ മതത്തെ മാനിക്കട്ടെ എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ബാസിയ ഖിലാഫത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘദർശനം നടത്തിയിരുന്നു. ഉമവി ഖിലാഫത്തിന്റെ അവസാന കാലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ളവർ ഖിലാഫത്തിനു വേണ്ടിയുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു. ഉമവി ഖലീഫ മർവാനു സാനി വധിക്കപ്പെട്ടതോടെ ഉമവി ഖിലാഫത്ത് അവസാനിക്കുകയും അബ്ബാസി ഖിലാഫത്ത് നിലവിൽ വരികയും ചെയ്തു. ഹിജ്റ 132 നിലവിൽ വന്ന ഈ ഖിലാഫത്ത് ഹിജ്റ 923 വരെ നീണ്ടുനിന്നു. 4 ഖലീഫമാർക്ക് ശേഷം ഉമവി ഖിലാഫത്തിന്റെ ഭരണമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലുള്ളവർ ഖിലാഫത്തിന് വേണ്ടി പ്രചാരണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഉമവി ഖിലാഫത്ത് അവസാനിക്കുകയും അബ്ബാസി ഖിലാഫത്ത് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ അവിടെ നിലവിൽ വന്നത് ഹിജ്റ 132 നിലവിൽ വന്നു. ഹിജ്റ 132 അബ്ബാസി ഖിലാഫത്ത് നിലവിൽ വന്നത്. ഹിജ്റ 132. അത് ഹിജ്റ 923 വരെ അബ്ബാസി ഖിലാഫത്ത് നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. ചോദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ 115 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസി ഖലീഫമാർക്ക് നാമമാത്രമായ അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ 66 വർഷം അബ്ബാസികൾ സ്വന്തമായി ഭരണം നടത്തുകയുണ്ടായെങ്കിലും അവരുടെ ഭരണമേഖല ബാഗ്ദാദും സമീപ പ്രദേശങ്ങളും മാത്രമായിരുന്നു. ആദ്യത്തെ അബ്ബാസി ഖലീഫ അബു അബ്ബാസ് ഷഫാഹും അവസാനത്തെ ഖലീഫ അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലാഹിയും ഏറ്റവും പ്രശസ്തനായ ഖലീഫ ഹാറൂൻ റഷീദുമാണ്. അപ്പോൾ പേരുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ആദ്യത്തേത്, അവസാനത്തേത്, പ്രശസ്തനായത് നന്നായി മനസ്സിലാക്കുക. 1 വേർഡ് ചോദ്യമായിട്ട് വരാം. അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിന്റെ സുവർണകാലമായിരുന്നു. അബ്ബാസി ഖലീഫമാരുടെ കാലം മനസ്സിലാക്കുക. അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിന്റെ സുവർണകാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതിയുണ്ടായി. അബ്ബാസി യുഗം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുഗമായിരുന്നു. അബ്ബാസി യുഗം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുഗമായിരുന്നു എന്ന് പറയാം. മനസ്സിലാക്കുക. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി. തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക. തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ്. അബ്ബാസി ഖിലാഫത്ത് കാലത്താണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ മനസ്സിലാക്കി വെക്കുക സ്ഥാപിതമായത്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. അബ്ബാസി ഖിലാഫത്ത് കാലത്ത് പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. മനസ്സിലാക്കുക. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായതും ചരിത്രശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഇക്കാലത്തു തന്നെ. ചരിത്ര ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടതൊക്കെ
ഇക്കാലത്ത് തന്നെയാണ്, അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് തന്നെയാണ്. വേദം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങി വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായി. അബ്ബാസി യുഗത്തിൽ വികസിതമായ എന്താണ്? അറബി സാഹിത്യം. അറബി സാഹിത്യം അബ്ബാസി യുഗത്തിൽ വികസിതമായി. അക്കാലത്ത് ജീവിച്ച ചില മഹാന്മാരും അവരുടെ ചില ഗ്രന്ഥങ്ങളും വിജ്ഞാന ശാഖയും നമുക്ക് പരിചയപ്പെടാം. അക്കാലത്ത് ജീവിച്ച ചില മഹാന്മാർ, അവരുടെ ചില ഗ്രന്ഥങ്ങൾ, വിജ്ഞാന ശാഖകൾ, അതൊക്കെയാണ് ഇവിടെ താഴെ പട്ടിക രൂപത്തിൽ കൊടുത്തത്, മനസ്സിലാക്കുക. അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവരുടെ വിജ്ഞാന ശാഖ അക്കീദയായിരുന്നു. അക്കീദപരമായിട്ടുള്ള വിജ്ഞാനങ്ങളായിരുന്നു. അവരുടെ ഗ്രന്ഥം അൽ ഫിഖ്ഹുൽ അക്ബർ, അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അവരുടെ ഗ്രന്ഥം അൽ ഇമാം അബൂ ഹനീഫ എന്നവരുടേത്. അടുത്തത് അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവരുടേത് ഫിഖ്ഹും ഹദീസും ആയിരുന്നു. ഫിഖ്ഹും ഹദീസും ആയിരുന്നു. അൽ മുഅത്ത, അൽ മുഅത്ത എന്നായിരുന്നു ഗ്രന്ഥത്തിൻ്റെ പേര്. വിജ്ഞാനശാഖ ഫിഖ്ഹ് അൽ ഹദീസ്, മുഅത്ത ഗ്രന്ഥത്തിൻ്റെ പേര്, മനസ്സിലാക്കുക. അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫിഖ്ഹ്, ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ് പറഞ്ഞാൽ നിയമശാസ്ത്രമായിരുന്നു. നിയമശാസ്ത്രമായിരുന്നു. കിതാബുൽ ഉമ്മും അൽ റിസാലയും എന്നീ ഗ്രന്ഥങ്ങളാണ്. കിതാബുൽ ഉമ്മും അൽ റിസാലയും, 2 ഗ്രന്ഥങ്ങൾ. അടുത്ത അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ജ്ഞാനശാഖ ഹദീസും ഫിഖ്ഹും, അൽ ഹദീസും അൽ ഫിഖ്ഹും. മുസ്നദ്, മുസ്നദ് എന്നായിരുന്നു ഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്തത് അൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഹദീസുകളായിരുന്നു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി എന്നായിരുന്നു ഗ്രന്ഥത്തിൻ്റെ പേര്. അതിൽ ഹദീസുകളായിരുന്നു വിജ്ഞാനശാഖ, മനസ്സിലാക്കുക. അടുത്തത് അൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അൽ ഹദീസ്, ഹദീസായിരുന്നു വിജ്ഞാനശാഖ. സ്വഹീഹുൽ മുസ്ലിം എന്നായിരുന്നു ഗ്രന്ഥത്തിൻ്റെ പേര്. അൽ ഇമാം തബരി റളിയല്ലാഹു അൻഹു തഫ്സീറുകളായിരുന്നു, തഫ്സീറുകളായിരുന്നു. ജാമിഉൽ ബയാൻ, ജാമിഉൽ ബയാൻ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. വിജ്ഞാനശാഖ തഫ്സീറുകളായിരുന്നു, മനസ്സിലാക്കുക. ഇബ്നു സീന, ഇബ്നു സീന തിബ്, അത്തിബ്, അത്തിബ് വൈദ്യശാസ്ത്രമായിരുന്നു. അൽ ഖാനൂനു ഫി തിബ്, അൽ ഖാനൂനു ഫി തിബ് എന്നതായിരുന്നു ഗ്രന്ഥം. അടുത്തത് അൽ ഫാറാബി, അൽ ഫാറാബി അൽ ഫൽസഫ, അൽ ഫൽസഫ എന്ന തത്വശാസ്ത്രം, തത്വശാസ്ത്രമായിരുന്നു. ഇസ്ബാത്തുൽ മുഫാറഖാത്ത് എന്നായിരുന്നു ഗ്രന്ഥത്തിൻ്റെ പേര്, മനസ്സിലാക്കുക. അബുൽ ഖലാഇൽ മുഅരി അസ്സിയർ, കവിതയാണ്. ദിവാനുൽ മുഅരി, ദിവാനുൽ മുഅരി എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. വിജ്ഞാനശാഖ അസ്സിയർ, മനസ്സിലാക്കുക. അടുത്തത് അൽ ജാഹിൽ, അൽ ജാഹിൽ അന്നസ്ർ, അന്നസ്ർ എന്ന ഗദ്യം. കിതാബുൽ ബുഖാല, കിതാബുൽ ബുഖാല എന്നായിരുന്നു ഗ്രന്ഥം. അടുത്തത് അബ്ദുൽ മാലിക് ബിൻ ഹിഷാം, അബ്ദുൽ മാലിക് ബിൻ ഹിഷാം അസീറ, അസീറ ചരിത്രമായിരുന്നു, ചരിത്രം. സീറത്തുൽ ഇബ്നി ഹിഷാം, സീറത്തുൽ ഇബ്നി ഹിഷാം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്തത് അൽ ഖുവാറസ്മി, അൽ ഖുവാറസ്മി അൽ ഹിസാബ്, അത് ഗണിതശാസ്ത്രം. അൽ ഹിസാബ് പറഞ്ഞാൽ ഗണിതശാസ്ത്രം. കിതാബുൽ ഖബർ, കിതാബുൽ ഖബർ ഗണിതശാസ്ത്രം, മനസ്സിലാക്കുക. അടുത്ത അൽ മസ്ഊദി, അൽ മസ്ഊദി താരീഖാണ്. താരീഖ് ചരിത്രങ്ങൾ തന്നെയാണ്. എന്താണ്? മുറൂജുദ് ദഹബ്, മുറൂജുദ് ദഹബ് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്, മനസ്സിലാക്കുക. അടുത്തത് ഇബ്നു ഹൈഷം, ഇബ്നു ഹൈഷം അൽ ഫീസിയ, ഫീസിയ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, അതാണ്. കിതാബുൽ മനാലിർ, കിതാബുൽ മനാലിർ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. വിജ്ഞാനശാഖ ഫീസിയ, മനസ്സിലാക്കുക. അടുത്തത് സീബവൈ,
സീബവൈഹ്. അടുത്തത് സീബവൈഹ് അന്നഹ്വ്. നഹ്വാണ് വിജ്ഞാനശാഖ. നഹ്വ് എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. ഗ്രാമർ. അൽ കിതാബ്. അൽ കിതാബ് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. വിജ്ഞാനശാഖ നഹ്വ്, ഗ്രാമർ. മനസ്സിലാക്കാം. അടുത്തത് ഹലീൽ ഇബ്നു അഹമ്മദുൽ ഫറാഹിദി. ഹലീൽ ഇബ്നു അഹമ്മദുൽ ഫറാഹിദി എന്നാണ് മൊയ്ജം, അൽ മൊയ്ജം, കിതാബുൽ ഐൻ. കിതാബുൽ ഐൻ. മൊയ്ജം ഡിക്ഷണറി. ഡിക്ഷണറി ആയിരുന്നു കിതാബുൽ ഐൻ. കിതാബുൽ ഐൻ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. മനസ്സിലാക്കുക. അടുത്തത് ഇബ്നു ബൈത്തറ. ഇബ്നു ബൈത്തറ ഇൽമുൽ അഹ്യാ, ജീവശാസ്ത്രം, ബയോളജി. ഇൽമുൽ അഹ്യാ, ജീവശാസ്ത്രം. കിതാബുൽ ജാമി. കിതാബുൽ ജാമി എന്നാണ്. അടുത്തതാ ജാബിർ ഇബ്നു ഹയ്യാൻ. ജാബിർ ഇബ്നു ഹയ്യാൻ അൽ കീമിയാ, കെമിസ്ട്രി. അൽ കീമിയാ, കെമിസ്ട്രി. ഗ്രന്ഥത്തിൻ്റെ പേര് അൽ കീമിയാ. വിജ്ഞാനശാഖ അൽ കീമിയാ. കിതാബിൻ്റെ പേരും അൽ കീമിയാ. മനസ്സിലാക്കുക. കെമിസ്ട്രി ആയിരുന്നു വിജ്ഞാനശാഖ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കണം. എക്സാമിന് മാച്ച് ചെയ്യാൻ വരാം. പേരും അവരെ ഗ്രന്ഥത്തിൻ്റെ പേരും വരാം. പിന്നെന്താണ്, വിഷയവും അവരെ ഗ്രന്ഥത്തിൻ്റെ പേരും വരാം. അതുപോലെ പേരും അവരെ വിഷയവും വരാം. അപ്പോൾ എല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ഈ പാഠഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആദ്യം പറയാം, എന്നിട്ട് തദ്രിപാത്തിലേക്ക് കടക്കാം. അപ്പോൾ റിവിഷനായിട്ടൊന്നും ചിലപ്പോൾ എക്സാമിന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കി പാഠഭാഗത്ത് തന്നെ അടയാളപ്പെടുത്തി വെക്കുക. പിന്നീട് നമുക്ക് വായിക്കുമ്പം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒരുപാട് വരാൻ കഴിയുന്ന പാഠഭാഗമാണ്. എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ പാഠഭാഗത്തു നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. എക്സാമിന് റിവിഷനായിട്ട് ചിലപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സമയപരിമിതിയുണ്ട്, ട്യൂഷനൊക്കെ എടുക്കുന്നത് കാരണം. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് റിവിഷൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ചോദ്യങ്ങൾ ഞാൻ വായിക്കാം, മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്താം? അബ്ബാസി ഖിലാഫത്ത് അവസാനിച്ചു എപ്പോഴാണ്? ഉമവി ഖലീഫ മർവാനു സാനി വധിക്കപ്പെട്ടതോടെ. അതേതാ? അടുത്തതാ, അബ്ബാസി ഭരണകാലം ഏതായിരുന്നു? അബ്ബാസി ഭരണകാലം? ഹിജ്റ 132 നിലവിൽ വന്ന ഹിജ്റ 923 വരെ അത് നീണ്ടു നിന്നു. ഹിജ്റ 132 നിലവിൽ വന്നു, 923 വരെ അത് നീണ്ടു നിന്നു. അടുത്തത് അബ്ബാസി ഖലീഫമാർ സ്വതന്ത്ര ഭരണം നടത്തി എത്ര വർഷമാണ്? അവസാനത്തെ 66 വർഷം. അവസാനത്തെ 66 വർഷമാണ് അബ്ബാസി ഖലീഫമാർ സ്വതന്ത്ര ഭരണം നടത്തിയത്. അടുത്തത്, അബ്ബാസി ഖലീഫമാർക്ക് നാമമാത്രമായ അധികാരം ഉണ്ടായിരുന്നത് എത്ര വർഷമായിരുന്നു എന്നാണ്. എത്ര വർഷമാണ്? ആദ്യത്തെ 115 വർഷമാണ്. ആദ്യത്തെ 115 വർഷമാണ് അവർക്ക് നാമമാത്രമായ അധികാരമുണ്ടായിരുന്നത്. അടുത്തതാ, സ്വതന്ത്ര ഭരണം നടത്തിയത്. അബ്ബാസി ഖലീഫമാർ സ്വതന്ത്ര ഭരണം നടത്തിയത് എത്ര വർഷം എന്നാണ്. അപ്പോൾ അത് അബ്ബാസി ഖലീഫമാർ സ്വതന്ത്രമായി ഭരണം നടത്തിയത് 66 വർഷമാണ്. അവസാനത്തെ 66 വർഷമാണ് സ്വതന്ത്ര ഭരണം നടത്തിയത്. 115 വർഷം, ആദ്യത്തെ 115 വർഷം നാമമാത്രമായ ഭരണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അബ്ബാസി ഭരണകാലത്ത് സ്വതന്ത്രമായി ഭരണം നടത്തി 66 വർഷം സ്വതന്ത്രമായി ഭരണം നടത്തിയ പ്രദേശങ്ങൾ ഏതായിരുന്നു? ബാഗ്ദാദും സമീപ പ്രദേശങ്ങളുമായിരുന്നു. ബാഗ്ദാദും സമീപ പ്രദേശങ്ങളുമാണ് അവർ സ്വതന്ത്രമായി ഭരണം നടത്തിയത്. 66 വർഷം സ്വതന്ത്രമായി ഭരണം നടത്തിയത്. പിന്നെ അവിടെ ആദ്യത്തെ അബ്ബാസി ഖലീഫ ആരായിരുന്നു? അബുൽ അബ്ബാസ് ഷഫാഹും. അതായിരുന്നു ആദ്യത്തെ ഖലീഫ, അബ്ബാസി ഖലീഫ. പിന്നെ അവസാനത്തെ ഖലീഫ അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലാഹി.
അബ്ദുല്ലാഹിൽ മുഅ്തസിം ബില്ലാഹി. പിന്നെ ഏറ്റവും പ്രശസ്തനായത് ഖലീഫ ഹാറൂൺ റഷീദ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് അബ്ബാസി ഭരണ തലസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ്. ഏതൊക്കെയായിരുന്നു? തലസ്ഥാനമായ ബാഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏത്? ആരുടെ ഭരണകാലത്ത്? ആരുടെ ഭരണകാലത്താണ് ആ യൂണിവേഴ്സിറ്റി ഉണ്ടായത്? 2 ചോദ്യവും പ്രതീക്ഷിക്കാം. എന്താണ്? അൽ അസ്ഹർ, അതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അൽ അസ്ഹർ അബ്ബാസി കാലത്താണ് അത് സ്ഥാപിതമായത്. മനസ്സിലാക്കുക. അടുത്തത് അബ്ബാസി ഭരണകാലത്ത് വിജ്ഞാന ശാഖകളിൽ വലിയ പുരോഗതി ഉണ്ടായി. ഏതെല്ലാം വിജ്ഞാന ശാഖകളിലാണ് വലിയ പുരോഗതി ഉണ്ടായതെന്നാണ്. ഏതൊക്കെയായിരുന്നു? വേദം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത. വേദം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകളിൽ അബ്ബാസി യുഗത്തിൽ അതിനൊക്കെ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായിട്ടുണ്ട്. അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായിട്ടുണ്ട്. മനസ്സിലാക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ അതാ മാച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് അത്. അപ്പം അത് ഇതുപോലെ തന്നെ വരാം. അപ്പം ഇതിന് പകരം ആ ഒരു വിഷയങ്ങൾ വരാം. ഇതിപ്പോൾ കിതാബിൻ്റെ പേരാണ് വന്നത്. വിജ്ഞാനശാഖ വരാം. എന്തിനാസ്പദമാക്കിയിട്ടുള്ളതാണെന്ന് വരാം. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. എന്താണ്? അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെത് എന്തായിരുന്നു? അൽ ഫിഖ്ഹുൽ അക്ബർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. അൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തായിരുന്നു? കിതാബുൽ ഉമ്മ് റിസാല രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മാച്ച് ചെയ്യാൻ വന്നത് കിതാബുൽ ഉമ്മ മാത്രമാണ്. അപ്പം അതിൻ്റെ സി എഴുതാം. അടുത്തതാ അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അൽ മുസ്നദ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ എഴുതാം. അൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അൽ മുവത്ത, മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം മുവത്ത. അപ്പം അതിൻ്റെ ബി നമുക്ക് എഴുതാം. അടുത്തത് മാച്ച് ചെയ്യാൻ തന്നെയാണ് വന്നത്. അപ്പം അതിൻ്റെ വിജ്ഞാന ശാഖ എന്താണെന്നുള്ളതാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നത്? അപ്പം എന്താണ്? ജാമിഉൽ ബയാനിൽ എന്തായിരുന്നു? തഫ്സീറായിരുന്നു ജാമിഉൽ ബയാനിൽ തഫ്സീർ. അപ്പം അതിൻ്റെ സി നിന്ന് നമുക്ക് അവിടെ അടയാളപ്പെടുത്താം, തഫ്സീർ. അടുത്തത് സഹീഹുൽ ബുഖാരി എന്തായിരുന്നു? അൽ ഹദീസാണ്. അതിൽ ഹദീസുകളായിരുന്നു. അപ്പം അതിൻ്റെ ഡി എഴുതാം. ഇസ്ബാത്തുൽ മുഫാറക്കാത്ത് എന്താണ് അതിൽ? അൽ ഫൽസഫ അത് അതിൻ്റെ ബി എഴുതാം. അടുത്തതാ ദിവാനുൽ മഅരി എന്തായിരുന്നു? അസ്സീർ. ദിവാനുൽ മഅരിയിൽ അസ്സീർ. അപ്പം അതിലെ എ നമുക്ക് എഴുതാം. അപ്പം ഇതുപോലെയും നമ്മൾ ഫസ്റ്റ് ചെയ്തതും നന്നായി മനസ്സിലാക്കുക. രണ്ടും വരാം. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ശരിയായത് ടിക്ക് ചെയ്യാനാണ്. കിതാബുൽ ബുഖാലാഇൻ്റെ രചയിതാവ് ആരാണെന്നാണ്. ആരായിരുന്നു? അൽ ജാഹിൽ. അപ്പോൾ അത് നമുക്ക് ശരിയാക്കപ്പെടുത്താം. ഇതുപോലെ മറ്റു കിതാബിൻ്റെതും ചോദിക്കാം. മനസ്സിലാക്കിയിട്ട് പഠിക്കുക എല്ലാത്തിൻ്റെതും. അടുത്തത് ഗണിതശാസ്ത്രത്തിലെ ഒരു ഗ്രന്ഥം കിതാബുൽ ഖബർ ഗണിതശാസ്ത്രത്തിലെ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് അത് ശരിയാക്കപ്പെടുത്താം. അടുത്തതാ അൽ കീമിയാ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. കെമിസ്ട്രിയാണ്. അപ്പോൾ അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ്? ഉമവി ഖിലാഫത്ത് അവസാനിക്കാൻ കാരണമെന്ത്? കാരണം എന്തായിരുന്നു? ഇവിടുന്ന് എഴുതാം. ഉമവി ഖലീഫ മർവാനു സാനി
മർവാനു സാനി വധിക്കപ്പെട്ടതോടെ ഉമവി ഖിലാഫത്ത് അവസാനിച്ചു. അതുവരെ ആക്കിയിട്ട് എഴുതുക. ഉമവി ഖിലാഫത്ത് അവസാനിച്ചത് ഉമവി ഖലീഫ മർവാനു സാനി വധിക്കപ്പെട്ടതോടെയാണ്. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതാ, അബ്ബാസി ഖലീഫമാരിൽ ഏറ്റവും പ്രശസ്തനാര്? ഏറ്റവും പ്രശസ്തനാരായിരുന്നു? ഹാറൂൻ റഷീദ്. ഏറ്റവും പ്രശസ്തൻ ഖലീഫ ഹാറൂൻ റഷീദായിരുന്നു. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത്, അബ്ബാസിയ ഭരണകാലത്ത് വൻ പുരോഗതി ഉണ്ടായി. എന്തിലെല്ലാമാണ് പുരോഗതി ഉണ്ടായത്? അതിൻ്റെ ഉത്തരപ്പെടുന്ന എഴുതുക. മതവിജ്ഞാനങ്ങൾ, കലാസാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായി. അബ്ബാസിയ ഖിലാഫത്ത് കാലത്ത് വൻ പുരോഗതി ഉണ്ടായി. മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത്, അബ്ബാസി കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബുകൾ ഏതൊക്കെ മദ്ഹബുകളാണ് ക്രോഡീകരിക്കപ്പെട്ടത്? ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. എന്നീ മദ്ഹബുകളൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസിയ കാലഘട്ടത്തിലാണ്. അടുത്തത് തഹസീസാണ്. എന്താണ്? അബ്ബാസി ഭരണകാലത്ത് വിജ്ഞാന വിഭവങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കണം. വിജ്ഞാന വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഇവിടെ വരുന്നുണ്ട്. അബ്ബാസി ഖലീഫമാരുടെ കാലം തൊട്ടിട്ട് അവസാന പാരഗ്രാഫ് അവസാനിക്കുന്നത് വരെ വിജ്ഞാന ശാഖയിൽ നമുക്ക് ഇവിടെ അക്കാലത്ത് ജീവിച്ച അബ്ബാസി യുഗത്തിൽ വികസിതമായി അതുവരെ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ഉപന്യാസമായിട്ട് എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? പരിസരത്തുള്ള ഒരു കുത്തുബ് ജാന സന്ദർശിച്ച അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നിങ്ങളെ അടുത്തുള്ള വായനശാല, ലൈബ്രറി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു സ്ഥലം സന്ദർശിച്ചിട്ട് നിങ്ങളുടെ അനുഭവക്കുറിപ്പ് എഴുതാനാണ്. എന്തൊക്കെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായത് എന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അതായത് നമ്മളുടെ അടുത്തൊരു വായനശാല ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയാൽ നമുക്ക് എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും? ഞാൻ എൻ്റെ അനുഭവം പറയാം, നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാം. നമ്മളവിടെ പോയാൽ നമുക്കിഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടുള്ള ബുക്കുകൾ അവിടെ ധാരാളം ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് വായിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ സാധിക്കും. അതുപോലെ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നിങ്ങൾ എഴുതുക. അതാണ് അവിടെ പ്രവർത്തനമായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലാസ് വർക്കായിട്ട് എല്ലാവരും കൂടി ആലോചിച്ച് തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടോ അതുപോലെ അവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഒരു ജാരിയായ സദക്കയായി ഇതൊക്കെ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.